ഇന്നലെ എല്ലാവരും വിചാരിച്ചു എല്ലാ കടകളിലും വില കുറയുമെന്ന്. പക്ഷേ എല്ലാ കടകളിലും വില കുറഞ്ഞില്ല. ഷോപ്പിംഗ് മാളുകളിൽ എല്ലാം പുതുക്കിയ നിരക്കിൽ ഇന്നലെ തന്നെ വിൽപ്പന തുടങ്ങി. മാർജിൻ ഫ്രീ മാർക്കറ്റുകളിലും അങ്ങനെ തന്നെയാണ്. എന്നാൽ ചെറുകിട സ്ഥാപനങ്ങളിൽ പുതിയ നിരക്കുകൾ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ശ്രമം തുടരുകയാണ്. ആ ഒരു ആശയക്കുഴപ്പം, സോഫ്റ്റ്വെയറിൽ ബില്ലിംഗ് അപ്ഡേറ്റിലെ ഒരു ആശയക്കുഴപ്പം ചില സ്ഥാപനങ്ങളിലുണ്ട്. കൂടിയ നിരക്കിൽ വലിയ വിലയ്ക്കെടുത്ത സാധനങ്ങൾ ചെറിയ വിലയിൽ വിൽക്കുമ്പോൾ ഉണ്ടാവുന്ന സാമ്പത്തിക നഷ്ടം എങ്ങനെ നികത്തുമെന്ന ആശങ്കയിലാണ് ചെറുകിട കച്ചവടക്കാർ. ഈ ചില പെട്ടിക്കച്ചവടക്കാരൊക്കെ ഉണ്ടല്ലോ. കൊച്ചിയിൽ നിന്ന് അലി അക്ബർ ഷാ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കാണുമ്പോൾ പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാവും. GST ഇന്നലെ മാർക്കറ്റിൽ എങ്ങനെയാണ് പ്രതിഫലിച്ചത് എന്ന് അലി പരിശോധിക്കുന്നു. ഒന്ന് കണ്ടുവരാം. പുതുക്കിയ GST നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ചെറുകിട സ്ഥാപനങ്ങളും അതുപോലെ ഷോപ്പിംഗ് മാളുകളും എല്ലാം തന്നെ ഈ പുതുക്കിയ നിരക്കിലേക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനുള്ള പെടാപ്പാടിലായിരുന്നു. എവിടെ വരെ എത്തി അപ്ഡേഷൻ? നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി ലുലു മാളിലാണ്. ഇവിടെ എന്താണ് സാഹചര്യമെന്ന് ഒന്ന് പരിശോധിക്കാം. ലുലു മോളിൽ നിന്ന് 5 സാധനങ്ങളാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ക്ലോസപ്പിൻ്റെയും കോൾഗേറ്റിൻ്റെയും ഓരോ പേസ്റ്റുകൾ, അതുപോലെ ഒരു സന്തൂർ സോപ്പ്, ഒരു ലെക്സ് സോപ്പ്, 1/2 ലിറ്ററിൻ്റെ ഒരു പാല്. ഇനി ഇതിൻ്റെ വിലയും അതിൽ വന്ന മാറ്റവും എന്താണെന്ന് നോക്കാം. പുതുക്കിയ GST നിരക്ക് കൃത്യമായി ബില്ലിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ബില്ലിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന ഒരു കൃത്യമായ അറിയിപ്പും ഈ ബില്ലിന് താഴെ കൊടുത്തിട്ടുണ്ട്. ഷോപ്പിംഗ് മാളുകളിലെ സിസ്റ്റം അപ്ഡേഷനൊക്കെ ദ്രുതഗതിയിൽ തന്നെ പൂർത്തിയായിട്ടുണ്ട്. നമ്മളോടൊപ്പം ലുലുവിലെ DGM ജയേഷ് നായർ ചേരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഈ പുതിയ GST തീരുമാനം വന്നതോടുകൂടി അപ്ഡേഷനും അതിൻ്റെ പ്രോസസ്സൊക്കെ? അപ്ഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സാധാരണ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയല്ല. നമുക്ക് ഒരുപാട് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 lakh ആർട്ടിക്കിൾസോളം നമുക്ക് പ്രൈസ് ചേഞ്ചസ് വരുന്നുണ്ടായിരുന്നു. അതെല്ലാം നമ്മളൊരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈം തന്നെ ചെയ്തിട്ട് തന്നെ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും അപ്ഡേഷൻസും കാര്യങ്ങളും എല്ലാം പക്കയായിട്ട് ചെയ്ത് നമ്മൾ കാലത്ത് തന്നെ കസ്റ്റമേഴ്സിന് ഷോപ്പ് ചെയ്യാവുന്ന സൗകര്യത്തിൽ നമ്മളെല്ലാ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ GST ബെനിഫിറ്റ്സും കസ്റ്റമർക്ക് റേറ്റ് കുറഞ്ഞിട്ടുള്ള എല്ലാ GST ബെനിഫിറ്റ്സ് കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. GST നിരക്കിൽ മാറ്റം വന്നതോടുകൂടി പ്രതിസന്ധിയിലായത് വലിയ സ്റ്റോക്ക് എടുത്തു വെച്ച ചെറുകിട കച്ചവടക്കാരാണ്. കാരണം മുൻപത്തെ നിരക്കിൽ വലിയ തുകയ്ക്ക് എടുത്തു വെച്ച സ്റ്റോക്കെല്ലാം പുതിയ നിരക്കിൽ ചെറിയ തുകയ്ക്ക് വിൽക്കേണ്ട സാഹചര്യമാണുള്ളത്. ഇവിടെ എല്ലാം ഇപ്പോൾ ഈ GST അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ചെറുകിട കച്ചവടക്കാർ നേരിടുന്ന പ്രതിസന്ധി എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മളൊരു പേസ്റ്റ് മേടിക്കുകയാണെങ്കിൽ അതിന്റെ സാഹചര്യം എന്താണ്? പേസ്റ്റ് 149 രൂപയുള്ള കോൾഗേറ്റ് ആണിത്. 18% GST ഇതിന് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 5% GSTയിലേക്ക് ഇത് മാറുമ്പോൾ 17 രൂപ നഷ്ടം വരും. അതായത് 132 രൂപയ്ക്ക് നമ്മളിത് കൊടുക്കേണ്ടി വരും. പഴയ തുകയ്ക്ക് എടുത്ത സാധനം ഇനി ചെറിയ നിരക്കിൽ വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സാമ്പത്തിക പ്രതിസന്ധിയുമായിട്ട് നഷ്ടം സംഭവിക്കും. കാരണം പുതിയ ബില്ലടിക്കുമ്പോൾ ബില്ല് ചെയ്യുമ്പോൾ നമുക്ക് ആ രീതിയിൽ കൊടുക്കേണ്ടി വരും. ഏതൊരു പുതിയ മാറ്റം വരുമ്പോഴും അത് പ്രാവർത്തികമാക്കാൻ എടുക്കുന്ന സ്വാഭാവിക പ്രതിസന്ധി GST അപ്ഡേഷന്റെ കാര്യത്തിലും വന്നിട്ടുണ്ട്. എന്തായാലും നിലവിൽ ചെറുകിട കച്ചവടക്കാർക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാകാത്ത നിലയിൽ ഈ പ്രതിസന്ധികളെല്ലാം ഉടൻ പരിഹരിക്കണം എന്നതാണ് അവരുടെയും ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. കുറച്ച് ദിവസം കൂടി എടുക്കുമെന്നർത്ഥം. ചെറിയ കടക്കാർക്ക് അവർ നേരത്തെ എടുത്തു വെച്ച സ്റ്റോക്ക് അത് ഇപ്പോൾ പുതിയ വിലയ്ക്ക് നൽകാൻ കഴിയില്ല. അതുകൊണ്ടാണ് നിരക്കിളവ് കസ്റ്റമേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടം ഉണ്ടാവുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ നിയമപരമായി എല്ലാ നിരക്കിളവിനും നമ്മൾ അർഹരാണ്. അത് ചെറിയ കച്ചവടക്കാരാണെങ്കിലും ശരി, വലിയ കച്ചവടക്കാരാണെങ്കിലും ശരി. പക്ഷേ അത് നിലവിൽ ഷോപ്പിംഗ് മാളുകളിലും വലിയ മാർജിൻ ഫ്രീ മാർക്കറ്റുകളിലും GST രജിസ്ട്രേഷനുള്ള കടകളിലും മാത്രമാണ് നിലവിൽ GSTയുടെ ഇളവ് കൺസ്യൂമേഴ്സിന് കിട്ടിത്തുടങ്ങിയത് എന്നാണ് അലി അക്ബർ ഷായുടെ റിപ്പോർട്ട് പറയുന്നത്.